നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വി മോഡലാണ്. ഓക്കെ, വി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർഫോൾ മോഡലിൻ്റെ വേറൊരു വേർഷനാണ് ഈ വി മോഡൽ, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം വാട്ടർഫോൾ മോഡലിൻ്റെ സെയിം സ്റ്റെപ്സ് തന്നെ അതിൻ്റെ കൂടെ എന്താണ് വാലിഡേഷൻ കൂടെ വരും, അതായത് ടെസ്റ്റിങ്ങും കൂടെ വരും. Okay, the V model is an SDLC model where execution of process happens in a sequential manner in V shape. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, V shape. The V model is an extension of waterfall model and is based on the association of the testing phase for each corresponding development stage. This means that for every single phase in development cycle, there is directly associated testing phase. This is highly disciplined model and the next phase starts only after completion of previous phase. Okay, അപ്പം ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്സിലും, അതായത് ഇപ്പം നമ്മളുടെ കോഡിങ്, അപ്പോൾ അവിടെ എന്താണ് ഈ നമ്മളുടെ യൂണിറ്റ് ടെസ്റ്റിംഗ്, മൊഡ്യൂൾ ഡിസൈൻ. ഓക്കെ, അവിടെ യൂണിറ്റ് ടെസ്റ്റിംഗ് വരും, ദെൻ ആർക്കിടെക്ചറൽ ഡിസൈൻ, അവിടെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് വരും, സിസ്റ്റം ഡിസൈനിൽ സിസ്റ്റം ടെസ്റ്റിംഗ് വരും, ദെൻ റിക്വയർമെൻറ്റ് അനാലിസിസ്, ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. അതായത് ഓരോ സ്റ്റെപ്സിലും എന്താണ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് വാലിഡേഷനും കൂടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Under the V model, the corresponding testing phase of the development phase is planned in parallel. Okay, so there are verification phases on one side of the V and validation phase on the other side. The coding phase joins the two sides of the V model. Okay, അപ്പം ഈ ഇവിടെ നമ്മളുടെ വെരിഫിക്കേഷൻ, ഇവിടെ നമ്മളുടെ വാലിഡേഷൻ, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോഡിംഗ് ഫേസ് ആണ്. ഓക്കെ, കോഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. മൊഡ്യൂൾ ഡിസൈൻ ചെയ്തു, കോഡ് ചെയ്തു, അതിനുശേഷം നമ്മളുടെ ടെസ്റ്റിംഗ്. ഓക്കെ, സോ ദി ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ ഡെപിക്ട്സ് ദി ഡിഫറെൻറ്റ് ഫേസസ് ഇൻ വി മോഡൽ ഓഫ് SDLC. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം എന്താണ് നമ്മളുടെ വാട്ടർഫോൾ മോഡലിൽ എന്തൊക്കെയായിരുന്നു നടന്നത്, റിക്വയർമെൻറ്റ് അനാലിസിസ്, സിസ്റ്റം ഡിസൈൻ, ആർക്കിടെക്ചർ ഡിസൈൻ, മൊഡ്യൂൾ ഡിസൈൻ. ഓക്കെ, ഇതെല്ലാം നമ്മൾ എവിടെ പറഞ്ഞതാണ്, കോഡിങ്, ഇതൊക്കെ നമ്മൾ വാട്ടർഫോൾ മോഡലിൽ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഓരോ ഫേസിലും എന്തും കൂടെ വരും, യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഓക്കെ, വി മോഡൽ വെരിഫിക്കേഷൻ ഫേസസ്, അതാണ് ഫസ്റ്റ് പറയുന്നത്. ദർ ആർ സെവറൽ വെരിഫിക്കേഷൻ ഫേസസ് ഇൻ ദി വി മോഡൽ. ഈച്ച് ഓഫ് ദീസ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽസ് ബിലോ. അതായത് ഇത് പ്രത്യേകിച്ച് പറയാനില്ല, കാരണം വാട്ടർഫോൾ മോഡലിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. Okay, this is the first phase in the development cycle where the product requirements are understood from customer perspective. From customer എന്താണ് റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്താണ് ഗ്യാദർ ചെയ്യുക. ദിസ് ഫേസ് ഇൻവോൾവ്സ് ഡീറ്റെയിൽഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി കസ്റ്റമർ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് എക്സാക്റ്റ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്താണ് അവർക്ക് വേണ്ടത് അത് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ആൻഡ് നീഡ്സ് ടു ബി മാനേജ്ഡ് വെൽ ആസ് മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് ആർ നോട്ട് ഷുവർ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ദേ നീഡ്. ഓക്കെ, the acceptance test design planning is done at this stage as business requirements can be used as an input for acceptance testing. Okay, അപ്പം ഈ ഒരു റിക്വയർമെൻറ്റ്സ് ഗ്യാതറിങ് അതിൽ വരുന്ന ടെസ്റ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തതിന് ശേഷം എന്താണ് നമ്മൾ ഈ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അതാണ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. സിസ്റ്റം ഡിസൈൻ. വൺസ് യു ഹാവ് ദി ക്ലിയർ ആൻഡ് ഡീറ്റെയിൽഡ് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്, ഇറ്റ് ഈസ് time to design the complete system. The system design will have the understanding and detailing the complete hardware and communications setup for the product under development. മനസ്സിലായല്ലോ, നമ്മുടെ സിസ്റ്റം
എന്തൊക്കെയാണോ ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു കംപ്ലീറ്റ് സിസ്റ്റം ഡിസൈൻ വീഴും. അപ്പോൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സും വേണം എന്നുള്ളതും പിന്നെന്താ നമ്മളൊരു കംപ്ലീറ്റ് ഹാർഡ്വെയർ. The system design will have the understand and detailing the complete hardware and communication setup for the product under development. Okay, അതൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്യും. The system test plan is developed based on the system design. Doing this at an earlier stage leave more time for the actual text execution later. സിസ്റ്റം ഡിസൈൻ, അതായത് മൊത്തമായിട്ടുള്ള സിസ്റ്റം ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. ദെൻ ആർക്കിടെക്ചറൽ ഡിസൈൻ. ആർക്കിടെക്ചറൽ സ്പെസിഫിക്കേഷൻസ് ആർ അണ്ടർസ്റ്റുഡ് ആൻഡ് ഡിസൈൻ ഇൻ ദിസ് ഫേസ്. യൂഷ്വലി മോർ ദാൻ വൺ technical approach is proposed and based on the technical and financial feasibility the final decision is taken. Okay, അപ്പോൾ നമ്മൾ മോർ ദാൻ വൺ ഒരു ഡിസൈൻ വയ്ക്കും, അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് എടുക്കും. ദി സിസ്റ്റം ഡിസൈൻ ഈസ് ബ്രോക്കൺ ഡൗൺ ഫർദർ ഇൻ ടു മൊഡ്യൂൾസ് ടേക്കിംഗ് അപ്പ് ഡിഫറെൻറ്റ് ഫംഗ്ഷനാലിറ്റി. അപ്പോൾ അത് നെക്സ്റ്റ് ഫേസിലേക്കാണ് വരുന്നത്, മൊഡ്യൂൾ ഡിസൈനിലേക്ക്. അതായത് ഈ ഒന്നായിട്ടുള്ളതിനെ പാർട്ടാക്കും. ഓക്കെ, ചെറിയ ചെറിയ മൊഡ്യൂൾസ്. ഇപ്പോൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ ചെയ്തു, അപ്പോൾ അതിനെന്താക്കും നമ്മൾ ചെറിയ ചെറിയ പാർട്ടാക്കും. ചെറിയ ചെറിയ പാർട്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ് മൊഡ്യൂൾസ്. ഇപ്പോൾ പർച്ചേസ്, അക്കൗണ്ട്സ്, സ്റ്റോക്ക്, അങ്ങനെ ചെറിയ ചെറിയ പാർട്ടാക്കും. ഓക്കെ, അതാണ് അവിടെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ആർക്കിടെക്ചറൽ ഡിസൈനിങ്ങിൽ ശേഷം വരുന്നതാണ് നമ്മളുടെ മൊഡ്യൂൾ ഡിസൈനിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലെവൽ ഡിസൈൻ ആണ്. അതായത് നമ്മുടെ ആ സിസ്റ്റം മൊത്തം ആണ് ചെയ്യുന്നത്. ദി ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ മൊഡ്യൂൾസ് and with the outside world is clearly understood and defined in this stage. Within this information integration test can be designed and documented during this stage. അതായത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇൻറ്റേർണൽ മൊഡ്യൂൾസ്. ഓക്കെ, ആൻഡ് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പർച്ചേസ്, സെയിൽസ്, അതൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോവും കാര്യങ്ങളൊക്കെ. ദെൻ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് അത് എക്സ്റ്റേണൽ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് SBI അവരൊക്കെ ആയിട്ടുള്ള അവരുടെ പേജിലേക്ക് പോകുന്നതും അതിൻ്റെ ഫ്ലോവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ദെൻ മൊഡ്യൂൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ്, സ്റ്റോക്ക്, അങ്ങനെ സെപ്പറേറ്റ് മൊഡ്യൂൾസിൻ്റെ. In this phase, detailed internal design for all the system modules is specified, referred to as low level design. Okay, then it is important that the design is compatible with other modules in the system architecture and other external systems. The unit tests are an essential part of any development process and helps eliminate the maximum faults and errors at a very early stage. These unit tests can be designed at this stage based on the internal module designs. Then coding phase, actual coding phase. The actual coding of the system modules designed in the phase is taken up in the coding phase. നെക്സ്റ്റ് വരുന്നത് വാലിഡേഷൻ ഫേസ് ആണ്. വാലിഡേഷൻ ഫേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡേഷൻ ഫേസസിൽ ഫസ്റ്റ് വരുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർഫോൾ മോഡലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊഡ്യൂളാണെങ്കിൽ അത് ആ ഒരു മൊഡ്യൂൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ് ഡിസൈൻ ഇൻ ദി മൊഡ്യൂൾ ഡിസൈൻ ഫേസ് ആർ എക്സിക്യൂട്ടഡ് ഓൺ ദി കോഡ് ഡ്യൂറിങ് ദിസ് വാലിഡേഷൻ ഫേസ്. ഓക്കെ, unit testing is the testing code level and helps eliminate bugs at an early stage. അപ്പോൾ ആ ഒരു കോഡിങ്, ആ ഒരു പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോഡ് നമ്മൾ എഴുതി, അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റാണോ കിട്ടുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ആർക്കിടെക്ചറൽ ഡിസൈൻ ഫേസ്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റ് ആർ പെർഫോം ടു ടെസ്റ്റ് ദി കോഎക്സിസ്റ്റൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻറ്റേർണൽ മൊഡ്യൂൾസ് വിത്തിൻ ദി സിസ്റ്റം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എന്താണ്
ഇപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞത് സെയിൽസ്, സ്റ്റോക്ക്. അപ്പോൾ ഇത് ഓരോന്നിലും ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സിസ്റ്റം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻറ്റയർ സിസ്റ്റം ഫുൾ കംപ്ലീറ്റ് ആയി അതിൻ്റെ ഒരു ഇൻപുട്ട് കൊടുത്ത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ആ മൊത്തം സിസ്റ്റമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സിസ്റ്റം ടെസ്റ്റിംഗ് ഈസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് വിത്ത് ദി സിസ്റ്റം ഡിസൈൻ ഫേസ്. സിസ്റ്റം ടെസ്റ്റ് ചെക്ക് ദി എൻറ്റയർ സിസ്റ്റം ഫങ്ഷണാലിറ്റി ആൻഡ് ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി സിസ്റ്റം അണ്ടർ ഡെവലപ്മെൻറ്റ് വിത്ത് എക്സ്റ്റേണൽ സിസ്റ്റംസ്. Most of the software and hardware compatibility issues can be uncovered during this test execution. നെക്സ്റ്റ് വരുന്നത് ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ആണ്. ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ബിസിനസ് റിക്വയർമെൻറ്റ്സ്. അതായത് ഏറ്റവും ലാസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഗ്യാദർ ചെയ്യും. ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കസ്റ്റമറിൻ്റെ നീഡ്സൊക്കെ അവരുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെയ്യുന്നതാണ് നമ്മളുടെ ആക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ വി മോഡൽ ആപ്ലിക്കേഷൻ സെയിം തന്നെയാണ് നമ്മളുടെ വാട്ടർഫോൾ മോഡലിൽ വരുന്നത്. ഓക്കെ. വാട്ടർഫോൾ മോഡലിൽ വരുന്ന സെയിം കാര്യങ്ങളൊക്കെ തന്നെ. റിക്വയർമെൻറ്റ്സ് വെൽ ഡിഫൈൻ ചെയ്യണം, ക്ലിയർലി ഡോക്യുമെൻറ്റഡ് ആൻഡ് ഫിക്സഡ് ആയിരിക്കണം. ഓക്കെ, അതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ പ്രോൺസ് ആൻഡ് കോൺസ് അതും സെയിം തന്നെയാണ്. നമ്മളെ വാട്ടർഫോൾ മോഡലിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ.